ഹലോ, അപ്പം നമ്മളൊരു സിമ്പിൾ മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആയാൽ തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വഴന്ന് വന്ന സവാളയ്ക്ക് നേരെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കാതെ അതേപോലെ മൂടി വെച്ച് വേവിക്കുക. ഇനി കുറച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. അങ്ങനെ ചിക്കി എടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ സാധാ ചോറാണ് വേവിച്ചിരുന്നത്, നമുക്ക് ബിരിയാണി റൈസും വെക്കാം. അങ്ങനെ അതിട്ട് നല്ലോണം മിക്സാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ സിമ്പിൾ മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.